ബാറിലെ മങ്ങിയ വെളിച്ചത്തിൽ വില കൂടിയ മദ്യത്തിന്റെ ഗന്ധത്തിനൊപ്പം ക്രിസ്റ്റിയുടെ പരിഹാസം കലർന്ന ചിരിയും ഉയർന്നു കേട്ടു. ബോധം മറയുന്ന ലഹരിയും അവന്റെ കണ്ണുകളിൽ ഒരുതരം വന്യമായ തിളക്കമുണ്ടായിരുന്നു. അപ്പോഴും താൻ ആള് സൂപ്പറാണല്ലോ ക്രിസ്റ്റി. ക്ലാസ്സിലെ ബാക്കി മദ്യം ഒറ്റവലിക്ക് അകത്താക്കിക്കൊണ്ട് അശ്വൻ അവനോടായി പറഞ്ഞു. എങ്ങനെയാടാ ഈ പെൺകുട്ടികളെല്ലാം നിന്റെ വരയിൽ വീഴുന്നത്? അതും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഐറ്റങ്ങളും. ക്രിസ്റ്റി ഗ്ലാസ് മേശപ്പുറത്ത് ആഞ്ഞുവെച്ചു. അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. താൻ എന്തു കരുതി അശ്വിൻ? ഈ ക്രിസ്റ്റി നേടിയ പെണ്ണിനും സമ്പത്തിനും ഒരു അളവുമില്ല. പക്ഷെ അവനൊന്ന് നിർത്തി സിഗരറ്റ് ഊതിവിട്ടു. ഇപ്പോൾ കുട്ടിയ അവളുണ്ടല്ലോ, അതൊരു പ്രത്യേക കിക്ക് തന്നെയാണ്. എത്ര രമിച്ചാലും മതിയാത്തവൾ. ആരാണവൾ? അശ്വിൻ കൗതുകത്തോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു. വസുദേവന്റെ ഭാര്യ ശരണ്യ. അശ്വിൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. വസുദേവനോ? നീ ഉദ്ദേശിക്കുന്നത് കണിമംഗലം ഗ്രൂപ്പിന്റെ അധിപൻ അഗ്നിദേവിന്റെ ഏട്ടനാണോ? അതേടാ, അവൻ തന്നെ, ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഒരു രസമുണ്ട്. അവളുടെ ഉടൽ എൻ്റെ കൂടെയാണെങ്കിലും ഉള്ളിൽ ഞാനല്ല, അഗ്നിയാണ്. അതാണ് അവളുടെ ഭ്രാന്തം. അവൻ ഓരോ നിമിഷം അവൾ എന്നോടൊപ്പം പങ്കിടുമ്പോഴും അവളുടെ നാവിൽ നിന്ന് വീഴുന്ന പേര് അഗ്നി എന്നാണ്. എനിക്കത് ആസ്വദിക്കാനാണ് ഇഷ്ടം. ക്രിസ്റ്റിയുടെ വാക്കുകളിൽ ക്രൂരമായൊരു വിജയഭാവമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടത് ആ കുടുംബത്തിൻ്റെ പദവിയും സ്വത്തും പ്രതാപവുമാണ്. അതിനുവേണ്ടി അവൾ ഏത് നെറികെട്ട പണിയും ചെയ്യും. ആ അത്യാഗ്രഹമാണ് എനിക്ക് മുതൽക്കൂട്ടും. കണിമംഗലം തറവാടിൽ അതേസമയം കണിമംഗലത്തെ തൻ്റെ മുറിയിൽ വസുദേവ് വല്ലാതെ അസ്വസ്ഥനാണ്. അലമാരയിലെ ഓരോ ഫയലുകളും അവൻ വലിച്ചുവാരി പുറത്തേക്കിട്ടു. എവിടെ പോയി അത്? അവൻ പിറുപിറുത്തു. പുഴയോരത്തെ വില്ലയുടെ ആധാരം എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. അവൻ്റെ വിയർപ്പ് തുള്ളികൾ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി. വാതിൽക്കൽ ശരണ്യ വന്ന് നിൽക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖത്ത് ഒരുതരം വിളറിയ ഭാവമായിരുന്നു. ശരണ്യ, നീ ആ വില്ലയുടെ ആധാരം എവിടെയെങ്കിലും കണ്ടോ? കുറെ നേരമായി ഞാൻ നോക്കുന്നു. അത് എവിടെയിരുന്നതായിരുന്നു? വസുദേവ് സ്വരത്തിൽ ആശങ്ക നിറച്ചുകൊണ്ട് പറഞ്ഞു. ശരണ്യ മറുപടി പറയാനാവാതെ തരിച്ചു നിന്നു. അവളുടെ ഉള്ളിൽ ഭയം ഒരു തണുത്ത പാമ്പായി ഇഴഞ്ഞു കയറി. ഓരോ തവണയും പണത്തിനു വേണ്ടി ക്രിസ്റ്റി ആവശ്യപ്പെട്ടപ്പോൾ വസുദേവിന്റെ സ്വത്തുക്കൾ ഓരോന്നായി അവൾ അവന് എഴുതി നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ രഹസ്യങ്ങൾ പുറത്താകുമെന്ന പേടിയും അഗ്നിയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അവളെ ചതിയുടെ ആഘാതമഴകുകളിലെത്തിച്ചേർക്കുന്നു. ഞാൻ നോക്കാം ഏട്ടാ. അവളുടെ ശബ്ദം ഇടറി. വസുദേവ് അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. നീ എന്തിനാ ഇത്ര പേടിക്കുന്നത്? പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ്റെ അക്കൗണ്ടിൽ നിന്നും വലിയ തുകകൾ പോകുന്നുണ്ടല്ലോ, എന്തിനാണത്? അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ വസുദേവ് വീണ്ടും ഫയലുകൾക്കിടയിൽ പരതി. ശരണ്യ പതുക്കെ പിന്തിരിഞ്ഞു. തൻ്റെ പ്രണയവും പ്രതികാരവും തന്നെ ഒരു വലിയ കെണിയിലെത്തിച്ചിരിക്കുന്നു എന്നവൾ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഉള്ളിലെ തീ അണയ്ക്കാൻ ആ മഴക്കാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സന്ധ്യ മയങ്ങിയിരുന്നു. പുറത്ത് ചെറിയ വാടക വീടിൻ്റെ മുറ്റത്ത് ഇരുൾ പടർന്നു തുടങ്ങിയ നേരം. 7 മണിയോടെയാണ് മുറ്റത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടത്. വിവേകിൻ്റെ ബൈക്കിന് പിന്നിലിരുന്ന് അഞ്ജലി ഇറങ്ങുന്നത് കണ്ട് ഉണ്ണി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഇന്ന് അവർ ഓഫീസിൽ പോയില്ല. അഗ്നി പുതിയ പ്രോജക്റ്റ് പ്രസ്റ്റീജിൽ മീറ്റിങ്ങിന് ദുബായിൽ പോയത് കാരണം ഇവർ രണ്ടുപേരും ചുറ്റിക്കറങ്ങി ആസ്വദിച്ചു വരുന്നു. അഞ്ജലിയുടെ മുഖത്ത് ഒരു തരം നിർഭയത്വം ഉണ്ടായിരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ അവളെ ഉണ്ണി ഒന്ന് രൂക്ഷമായി നോക്കി. ചേച്ചി, ഇതെന്താ ഇയാളുടെ കൂടെ? ഇത്രയും നേരമായിട്ട് എവിടെയായിരുന്നു നീ? ഉണ്ണിയുടെ സ്വരത്തിൽ അമർഷം ഇരമ്പി. അഞ്ജലി അവനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ പുച്ഛത്തോടെ അവൾ അകത്തേക്ക് നടന്നു. ആ അവഗണന ഉണ്ണിയെ വല്ലാതെ പൊള്ളിച്ചു. അവൻ നേരെ അകത്തെ മുറിയിൽ ഇരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ കണ്ടോ ഇത്? അവൾ ആ വിവേകിൻ്റെ കൂടെ കറങ്ങി നടക്കുകയാ. ചോദിച്ചാൽ മറുപടി പോലും തരുന്നില്ല. ഉണ്ണി പരാതിപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രതികരണം അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. അമ്മ സാവധാനം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതിനെന്താടാ കണ്ണ? അവൾക്ക് വിവരവും ബുദ്ധിയുമുണ്ട്, നല്ലൊരു ജോലിയുമുണ്ട്. അല്ലാതെ ഈ പൊട്ടിപ്പൊളഞ്ഞ് ദാരിദ്ര്യം പിടിച്ച വീട്ടിലേക്ക് ആര് വരാനാ? അവൾ സ്നേഹിക്കട്ടെ, പ്രേമിച്ച് നടക്കട്ടെ, അതിന് നിനക്കെന്താ? അമ്മയുടെ വാക്കുകൾ കേട്ട് ഉണ്ണിയൊന്ന് തരിച്ചു നിന്നുപോയി. സ്നേഹവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരമ്മ മകളുടെ വഴിവിട്ട ബന്ധത്തെ ഇത്ര ലഘുവായി കാണുന്നതെന്തിനാ? അമ്മ എന്തായി പറയുന്നത്? ഉണ്ണി വിശ്വസിക്കാനാവാതെ ചോദിച്ചു. സാധാരണ എല്ലാ അമ്മമാരും മക്കളെ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് തടയാറാണ് പതിവ്. ഇവിടെ അമ്മ പ്രോത്സാഹിപ്പിക്കുകയാ. അമ്മയുടെ ചുണ്ടിൽ ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. അവൻ ഉണ്ണിയെ ഒന്ന് പാളി നോക്കി.
ഇതിപ്പോൾ കുഞ്ഞനിത്യയുടെ കാര്യത്തിലാണെങ്കിൽ അമ്മക്ക് ഈ മനംമാറ്റം ഉണ്ടാവില്ലല്ലോ. എനിക്കിതൊന്നും അത്ര ദഹിക്കുന്നില്ല കേട്ടിട്ട്. ഉണ്ണി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അമ്മ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അഞ്ജലിക്ക് അവളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവൾക്ക് നന്നായി അറിയാം. അമ്മയുടെ ആ നോട്ടവും വാക്കുകളിൽ എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആ സമയം ഉണ്ണിക്ക് തോന്നി. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ആ വലിയ കോൺഫറൻസ് ഹാൾ, ലോകമെമ്പാടുമുള്ള ബിസിനസ് പ്രമുഖർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മാളവിക തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു വേദിയെ അഭിമുഖീകരിക്കുന്നതും കാണുന്നതും. വെള്ള നിറത്തിലുള്ള ഒരു ഫോർമൽ സ്യൂട്ടിൽ അവൾ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. അവൾക്ക് തൊട്ടടുത്ത് തന്നെ അഗ്നിയുമുണ്ട്. അവൻ്റെ നോട്ടം മുഴുവൻ മാളവികയിലാണ്. പക്ഷേ ആ മുഖത്ത് പതിവ് പോലെ ഗൗരവം തന്നെയുണ്ട്. മാളവിക ടെൻഷൻ എടുക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. പ്രസന്റേഷൻ തുടങ്ങിക്കോ, അഗ്നി പതിഞ്ഞ സ്വരത്തിൽ അവളോടായി പറഞ്ഞു. മാളവിക മുന്നിലേക്ക് നീങ്ങി നിന്നു. പതറുന്ന ശബ്ദത്തോടെ തുടങ്ങിയെങ്കിലും പതിയെ അവൾ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. പ്രോജക്റ്റിനെ കുറിച്ച് അവൾ സംസാരിക്കുമ്പോൾ അഗ്നിയുടെ മനസ്സ് മന്ത്രിച്ചു. ഇവൾ ഇത്രയും കഴിവുള്ളവളാണ്. ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വന്നോ ആവോ. പെട്ടെന്നാണ് മീറ്റിംഗിൽ പങ്കെടുത്ത ഇന്റർനാഷണൽ ക്ലയന്റ് ആയ മിസ്റ്റർ സാഹിർ എഴുന്നേറ്റത്. അയാൾ പ്രോജക്റ്റിനേക്കാൾ കൂടുതൽ മാളവികയാണ് ശ്രദ്ധിച്ചതും എന്ന് അഗ്നിക്ക് തോന്നി. പ്രസന്റേഷൻ കഴിഞ്ഞതും സാഹിർ മാളവികയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, എക്സലന്റ് പ്രസന്റേഷൻ മാളവിക. യു ആർ നോട്ട് ജസ്റ്റ് ബ്രില്യൻറ്റ്, യു ആർ സ്റ്റണ്ണിങ് ടു. സാഹിർ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. മാളവിക ഒന്ന് പരങ്ങി. അവൾക്ക് അയാളുടെ ആ തുറച്ചുള്ള നോട്ടം അസ്വസ്ഥതയുണ്ടാക്കി. ഇത് കണ്ടതും അഗ്നിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു. അവൻ്റെ കൈകൾ അറിയാതെ മുറുക്കി പിടിച്ചുപോയി. ആരാണിവൻ? എൻ്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കാൻ? ആ കൈവിട്! അഗ്നി ഉള്ളിൽ അലറി. അഗ്നി വേഗം അവർക്കിടയിലേക്ക് കയറി വന്നു. സാഹിറിൻ്റെ കയ്യിൽ നിന്നും മാളവികയുടെ തട്ടി മാറ്റുന്ന രീതിയിൽ അയാൾക്ക് ഹസ്തദാനം നൽകി. താങ്ക്സ് ഫോർ കോംപ്ലിമെന്റ് മിസ്റ്റർ സാഹിർ, ബട്ട് വി ആർ ഹിയർ ഫോർ ബിസിനസ്, നോട്ട് ഫോർ പേഴ്സണൽ അപ്രിസിയേഷൻ. അഗ്നിയുടെ ശബ്ദം ഐസിനേക്കാൾ തണുത്തതായിരുന്നു. അതിൽ ഗൗരവമുണ്ടായിരുന്നു. സാഹിർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി. അഗ്നി നേരെ മാളവികയുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു. നീ എന്തിനാ അയാളോട് അത്രയും ചിരിച്ച് സംസാരിച്ചത്? അഗ്നി ദേഷ്യത്തോടെ മാളവികയോടെ ചോദിച്ചു. സാർ, അതൊരു മര്യാദയ്ക്ക് വേണ്ടി. മാളവിക ഒന്ന് പതറി. മര്യാദയോ? എൻ്റെ അസിസ്റ്റൻ്റ് മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി അയാളുടെ അടുത്തേക്ക് പോകരുത്, അത്ര തന്നെ. അഗ്നി അവളുടെ കൈത്തണ്ടിൽ മുറുക്കി പിടിച്ചു കൊണ്ട് പറഞ്ഞു. മാളവിക അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു അതോ പ്രണയമായിരുന്നു? ഇയാൾക്ക് എന്നോട് ദേഷ്യമാണോ അതോ എന്നെ നഷ്ടപ്പെടുന്ന പേടിയാണ്? എന്തിനാണ് അഗ്നി സാർ ഇത്രയധികം അസ്വസ്ഥനാകുന്നത്? മാളവിക ഒന്ന് ചിന്തിച്ചു പോയി. അഗ്നി അവളെയും കൂട്ടി വേഗം ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. ദുബായിലെ ആഡംബര ഹാളിൻ്റെ ഇടനായിൽ മാളവിക വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞിട്ടും സാഹിറിൻ്റെ നോട്ടം അവളെ വേട്ടയാടുന്നത് പോലെ. മുഖം കഴുകാനായി വാഷ്റൂം തിരിഞ്ഞു നടന്ന അവൾക്ക് വഴി തെറ്റി. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആ ശബ്ദം കേട്ടത്. ഇതാണോ മാളവിക തിരിയുന്നത്? തിരിഞ്ഞു നോക്കിയ മാളവികയെ കണ്ടത് സാഹിറിനെയാണ്. അയാളുടെ കണ്ണുകൾ അശ്ലീലമായ രീതിയിൽ അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. മാളവികക്കാകെ അറപ്പും ഭയവും തോന്നി അയാളോട്. യെസ്, താങ്ക്സ്. അവൾ വേഗം അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. ഇത്ര ധൃതി വേണ്ട മാളവിക, നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. സാഹിർ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അയാൾ വഴി കാണിച്ചു കൊടുക്കുന്ന ഭാവത്തിൽ അവളോടൊപ്പം നടന്നു. അതേസമയം ഹാളിൽ മാളവികയെ കാണാതെ അഗ്നി അക്ഷമനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ട്. എവിടെ പോയി ഇവൾ? ഈ ദുബായ് നഗരത്തിൽ എന്നെ അറിയിക്കാതെ എങ്ങോട്ടാണ് ഇവൾ പോയത്? പെട്ടെന്ന് ദൂരെ നിന്നും മാളവിക വരുന്നത് അവൻ കണ്ടത്. പക്ഷെ അവൾ തനിച്ചായിരുന്നില്ല. സാഹിർ അവളോട് ചേർന്ന് നടന്നു വരുന്നുണ്ട്. അയാൾ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. മാളവിക അസ്വസ്ഥയോടെ തല കുനിച്ച് നടക്കുന്നു. അത് കണ്ടതും അർജുൻ്റെ കൺതടകൾ ചുവന്നു തുടുത്തുപോയി. അവൻ്റെ നിയന്ത്രണം പാടെ കൈവിട്ടുപോയി. അവൻ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. മാളവികയുടെ കൈത്തണ്ടിൽ അവൻ ആഞ്ഞു പിടിച്ചു. നീ എവിടെ പോയതാടി? അഗ്നി ശബ്ദം വലിയ ഹാളിൽ മുഴങ്ങിക്കേട്ടു. സാർ, ഞാനത് വാഷ്റൂം തിരിഞ്ഞപ്പോൾ വഴി തെറ്റി മിസ്റ്റർ സാഹിർ എന്നെ സഹായിച്ചതാണ്. മാളവിക ഭയത്തോടു കൂടി പറഞ്ഞു. സഹായിച്ചതാണോ? ഇവൻ്റെ സഹായം ചോദിക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? അഗ്നി ദേഷ്യത്തോടെ അവളെ നോക്കി. മാളവികക്കും ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ എവിടെ പോയാലും സാറിനെന്താ?
ഞാൻ സാറിൻ്റെ അടിമയൊന്നുമല്ല. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അവളുടെ ആ മറുപടി കേട്ടതും അർജുൻ്റെ ഉള്ളിലെ സ്നേഹവും അതിലേറെയുള്ള ഉടമസ്ഥാവകാശം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. തന്നേക്കാൾ അധികം മറ്റൊരാളെ അവൾ വിശ്വസിച്ചു എന്ന തോന്നൽ അവനെ തളർത്തി. ആ നിമിഷത്തെ ദേഷ്യത്തിൽ അഗ്നി അവളുടെ കവളിൽ പതിച്ചു.